അപ്പോൾ ഇതാ ഇന്നലെ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മുട്ടായികൾ കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ കുറച്ച് മുട്ടായികൾ, പണ്ട് പറഞ്ഞാൽ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന മുട്ടായികൾ കേട്ടോ. അപ്പോൾ അത് കഴിക്കുമ്പോഴേക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങളിങ്ങനെ വാങ്ങി കഴിച്ചതെന്ന് പറഞ്ഞു കേട്ടോ. ഒരു പമ്പര മുട്ടായി ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ എന്താണ് കട്ട മുട്ടായി കേട്ടോ. ഈ കട്ട മുട്ടായി, പിന്നെ ജോക്കർ മുട്ടായി. ഈ അമ്പാടി വലിക്കൽ തുടങ്ങിയിട്ട് അമ്പാടിക്ക് എന്താ പറയുക കണ്ടപ്പോഴേക്ക് അമ്പാടിക്ക് തരാം. അപ്പോൾ ഇതാ പമ്പര മുട്ടായി തട്ടോ. അപ്പോൾ ഞാനൊന്ന് പൊട്ടിച്ചിട്ട് ഇന്നലെ വൈകുന്നേരം രാത്രി ഒന്ന് പൊട്ടിച്ചിട്ട് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഒന്ന് പൊട്ടിച്ചിട്ട് അമ്പാടിക്ക് കൊടുത്താൽ ഒരു മുട്ടായി അമ്പാടിക്ക് കൊടുത്താൽ അത് കൊടുക്കണ്ട, അത് അമ്പാടിക്ക് തിന്നാൻ കഴിയില്ല. കട്ട മുട്ടായി ഭയങ്കര ഉറപ്പാണ്. ആ മുട്ടായി കൊടുക്കേ, പമ്പര മുട്ടായി കൊടുക്കേ, പമ്പര മുട്ടായി കൊടുക്കേ. ആ ഒരു കൊടുക്കേ, ഓനെടുത്തോളും. അത് കറക്കി കാണിച്ചെടുക്കും ഓന്. അമ്പാടി തരൂട്ടോ. അപ്പോൾ സോനുവൊക്കെ ആദ്യമായിട്ട് കാണാം കേട്ടോ. കാരണം അവരൊന്നും ഇങ്ങനത്തെ മുട്ടായി കഴിച്ചില്ല. ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന മുട്ടായികളാട്ടോ. ഇതൊക്കെ ഞങ്ങൾ സ്കൂൾ പഠിക്കുമ്പോൾ ഇങ്ങനെ വാങ്ങി കഴിച്ചിരുന്നു കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഇന്നലെ കൊടുന്നപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വന്നിട്ടോ. അപ്പോൾ പിന്നെയും കുറേ മുട്ടായികൾ കേട്ടോ എന്താ കടയിലുണ്ട് പറഞ്ഞിട്ടോ. അപ്പം ഇനി അതും വാങ്ങി കൊടുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്നിപ്പോൾ കൊടുന്നത് 3 തരം മുട്ടായി കേട്ടോ. ജോക്കർ മുട്ടായി ഉണ്ട്, അതേപോലെ പിന്നെ ഇതെന്താ ഒരു പഞ്ചസാര പോലത്തെ മുട്ടായി ഉണ്ട്. പിന്നെ അതാ അത് കറക്കി കൊടുത്താൽ പാടിയേ സോനോ. കട്ടയക്കണ്ട, കട്ടയക്കണ്ട. അതങ്ങനെയല്ല അയക്കുക. അത് നടുവിക്കിടെ ഇനി അവിടെ നിന്ന് നൂല് പിടിക്കേ. അപ്പോൾ സോനു കാണിച്ചു തരും കേട്ടോ. ഇത് കറക്കുന്നത് അങ്ങനെയല്ല കറക്കുക കേട്ടോ. അമ്മ കറക്കാൻ പോവാണ്. കാണണ്ടേ കേട്ടോ. അങ്ങനെയാണ് കറക്കുക. ഞാൻ കാണിച്ചു തരാം. അമ്പാടിക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ അമ്പാടിയെ പൊട്ടി ഞാൻ വേറെ അടുത്ത് കാണിച്ചത്. അമ്പാടിക്ക് ഇത് കൊടുക്ക. ആ നൂലിന്റെ ഇടയിൽ കൂടി കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കേ. ഇനി എത്ര തരം മുട്ടായികളുണ്ട്. ഒരു പാല് മുട്ടായി, അതേപോലെ ഒരു പാല് കട്ട പോലത്തെ ഒരു കുഞ്ഞതായി. ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒന്നിന് 5 പൈസ ഉണ്ടായിരുന്നുള്ളൂ. 5 പൈസ, അതുപോലെ 10 പൈസ. എന്നിട്ട് ഞങ്ങൾ 2 രൂപയ്ക്കൊക്കെ വാങ്ങും. 2 രൂപയ്ക്ക് പോകുമ്പോൾ കുറേ ഉണ്ടാവുമല്ലോ. അങ്ങനെ വാങ്ങിയിട്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു പാക്കറ്റിന് തന്നെ കൊടുക്കണം 10-30 രൂപയ്ക്ക്. ജോക്കർ മുട്ടായി എടുത്തിട്ട് അച്ചമ്മയ്ക്കൊന്നും കൊണ്ടെടുത്താ. അമ്പാടി എവിടെ ജോക്കർ മുട്ടായി? അത് തിന്ന നല്ലത്, കറക്കണ നല്ലത്, രസം ഉണ്ടാവും. ഞാൻ തിന്നിട്ടില്ല ഇന്നലെ രാത്രിയിൽ. ഇന്നലെ അച്ഛൻ മാത്രം തിന്നിട്ടുള്ളൂ. അച്ഛനും അച്ഛമ്മയും തിന്നത്. അത് പൊട്ടിച്ചേക്കാം. അത് പൊട്ടിച്ച് അച്ഛമ്മയ്ക്ക് കൊണ്ടെടുക്കാം. ഇത് കൊണ്ടെടുക്കാം. ഇത് കട്ടമുട്ടായി കൊടുക്കരുത്. എന്നിട്ട് ഉറപ്പാച്ചിട്ടത് അത് വേഗം വായിട്ട് അടിയില്ല. ഇതെന്തെന്നറിയോ, ഇതിൻ്റെ അടയാളം എന്തെന്നറിയോ? ഇതേപോലത്തെ ചിഹ്നം തൂക്കട്ടല്ല. നമ്മൾ കടയിലൊക്കെ സാധനങ്ങൾ തൂക്കാനൊക്കെ അതേപോലത്തെ തൂക്കട്ട പോലത്തെ സാധനം. അന്ന് കട്ട മുട്ടായി പറയുന്നത്. കട്ട അത് തിന്നാൻ കഴിയില്ല കുട്ടിക്ക് ഈ മുട്ടായി തരാം. ജോക്കർ മുട്ടായി അത് പണ്ടത്തെ രസം ഉണ്ടാവുമെന്നാവും. പണ്ട് ഇങ്ങനെ കടിച്ചാലൊന്നും പൊട്ടിയിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. ഇപ്പത്തെ പറ്റുന്ന അച്ചമ്മയ്ക്കൊണ്ട് കൊടുത്താ പൊട്ടുണ്ടോ? കടിച്ച പറ്റുമോ?
അത് കടിച്ചാൽ പൊട്ടും. മറ്റേൻ്റെ പോലെയല്ല, മറ്റേത് ഉറപ്പുള്ള കാര്യമാണ്. എന്ത് മുട്ടായ എന്ത് തുറന്നോക്കാം? ഭയങ്കര പഞ്ചസാര മുട്ടായി അത്. എടുത്തേക്കോ കൊടുക്കാം കുട്ടിക്ക്. മറ്റേ ഒന്നും കൊടുക്കാം, ചോക്ലേറ്റ് മുട്ടായി ഒന്നും കൊടുക്കാം, കട്ട മുട്ടായി കൊടുക്കരുത്. അത് ഇനിയൊക്കെ തിന്നെന്തൊക്കെ വേണം കേട്ടോ. ഇത് തന്നെ ഇനി വേറെ സൈസ് മുട്ടകളുണ്ട്. ഇന്ന് അത് കൊണ്ടാൻ പറഞ്ഞു അച്ഛനോട്. പണ്ട് അച്ഛൻ പറഞ്ഞു പണ്ടത്തെ കുറേ മുട്ടായിലുണ്ട് ആ കടയിൽ നിന്ന്. ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസം അന്ന് സ്കൂൾ 1 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ 2 മണിക്കേ കൂടുള്ളൂ. അപ്പം എല്ലാ കുട്ടികളും പൈസ വേണ്ടും. നിങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് വാങ്ങും. പല മുട്ടായിയാണ് വാങ്ങുക, ഓരോരുത്തരും ഒരേ മുട്ടായി. ഒരാൾ കട്ടമുട്ടായിയാണ് ജോക്കർ, ഒരാൾ കടല, ഒരാൾ ഇങ്ങനത്തെ പമ്പരം കറക്കണം. പിന്നെ ഒരു കൊക്കനട്ട് മുട്ടായി ഉണ്ടായിരുന്നൊരു നിങ്ങൾ ആ മുട്ടായില്ല, ആ മുട്ടായി അതിൻ്റെ കവറ് 100 കവറുണ്ട്. ഞാൻ പെറുക്കി കൊടുത്തിട്ട് ഇത് കിട്ടി, കളർ പെൻസിൽ 10 കളർ പെൻസിൽ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇപ്പം കവറ് പെറുക്കിയിട്ട് നമ്മളെ കടയിൽ കൊണ്ടു കൊടുത്താൽ ഇവിടെ ഒരു കൂപ്പൺ ഇടും. കൂപ്പണിലേക്ക് ഇത് കിട്ടി കളർ പെൻസിൽ. നാളെ സോനു പറഞ്ഞു, അല്ല അപ്പു പറഞ്ഞു ഈ മുട്ടായികളൊക്കെ ആ കടയിലുണ്ടോ ചോദിച്ചു. ഞാൻ അപ്പം പറഞ്ഞു ഉണ്ട് പറഞ്ഞു. കുറേ തരം മുട്ടായികളുണ്ടായിരുന്നു, ഇപ്പോൾ ഓർമ്മ വരുന്നില്ല ഏതൊക്കെ തരം മുട്ടായിയാണ്. എൻ്റെ കുട്ടിക്ക് വേണ്ട, പറ്റണില്ല എന്നാ അത് കൊടുക്കടാ, വെള്ള മുട്ടായി കൊടുക്കടാ. അതിന് നമുക്ക് തിന്നാൻ പറ്റുന്നില്ല, നമുക്ക് അടിച്ചിട്ട് പൊട്ടണില്ല, പല്ലും പൊട്ടടാ. ആ വെള്ള മുട്ടായി കൊടുക്കാം. അത് മതി ഇട്ടോ, ഇനി കാണിച്ചിട്ടൊക്കെ ഇനി ഒന്നായിട്ട് തിന്നു. ഇത്രയും മുട്ടായി ഇനി എടുത്തൊക്കെ അത് നിങ്ങൾ കറക്കി വെക്കാൻ പാടില്ല. നിങ്ങൾ കറക്കി വെക്കാം, കറക്കേ കറക്കേ കറക്കാൻ പാടില്ല. ഇങ്ങനെ കറക്കുക, എങ്ങനെ കറക്കാൻ പാടിയ ഇങ്ങനെ കറക്കും. കറക്കി കാണിക്കാം. ഓൻ കറക്കിക്കോളും, ഓൻ കറക്കിക്കോളും. പണ്ടത്തെ മുട്ടായിൻ്റെ അത്ര രുചിയില്ല കേട്ടോ. ഞങ്ങൾ സ്കൂൾ പഠിക്കുമ്പോൾ വാങ്ങിയിരുന്ന മുട്ടായിൻ്റെ രുചി തന്നെ ഇല്ല കേട്ടോ. ഇപ്പോഴത്തെ മുട്ടായി ആണെന്ന് അത്ര ടേസ്റ്റൊന്നുമില്ല. പിന്നെ പേരിന് ആ കവറും ഇതൊക്കെ കൊടുത്തു തന്നെ ഉള്ളൂ കേട്ടോ. പമ്പര മുട്ടായി അറിയാൻ പക്ഷേ അത്ര ടേസ്റ്റൊന്നും തോന്നണില്ല. എന്നാലും പിന്നെ പണ്ടത്തെ ഒരു ഓർമ്മയിൽ വാങ്ങിക്കൊടുന്ന കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ സ്കൂൾ പഠിച്ചതിൻ്റെ കാര്യം ഓർമ്മ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂട്ടുകാരികളൊക്കെ കൂട്ടിയിട്ട് പോകുന്നതും ഒക്കെ ഒന്ന് ഓർത്തുട്ടോ ഞാൻ. അപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ പൈസ കൊടുത്തേക്കാൻ തന്നെ പേടിയല്ലേ. പണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്കൂൾ പഠിക്കുമ്പോൾ പൈസ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മുട്ടായി വാങ്ങി എല്ലാവരും കൂടി മുട്ടായിയൊക്കെ വാങ്ങും. ഇപ്പോഴത്തെ മക്കളുടെ കയ്യിൽ പൈസ കൊടുക്കാൻ തന്നെ പേടിയല്ലേ. അപ്പോൾ ഈ മുട്ടായി കഴിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് എഴുതണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.